शून्यवादी पाश्चात्यदेशधारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं सुगमुगात् अमृतद्रवसंयुतं पिबता भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण। ശ്രീമദ്ഭാഗവതം തൃതീയസ്കന്ധം അധ്യായം 29 ഭക്തിയുത സേവനം കപില ഭഗവാന്റെ വിശദീകരണം. ശ്ലോകം 18 മുതൽ 22 വരെ വായിക്കാം. ആധ്യാത്മികാനുശ്രവണ നാമസങ്കീർത്തനാച്ച മേ ആർജവേനാര്യസംഗേന നിരഹം ക്രിയയാ തഥാ മദ്ധർമ്മണോ ഗുണൈരേതേ പരിസംശുദ്ധാശയഃ പുരുഷസ്യാഞ്ച സാഭേതി ശ്രുതിമാത്ര ഗുണം ഹി മാം യഥാ വാതരഥോ ഘ്രാണ ആവൃങ്ക്തേ ഗന്ധ ആശയാത് ഏവം യോഗരതം ചേത ആത്മാനം അവികാരിയത്. അഹം സർവേഷു ഭൂതേഷു ഭൂതാത്മാവസ്ഥിതഃ സദാ തമവജ്ഞായ മാം മർത്യ കുരുതേരർച്ച വിഡംബനം. യോ മാം സർവേഷു ഭൂതേഷു സന്തം ആത്മാനമീശ്വരം ഹിത്വാർച്ചാം ഭജതേ മൗഢ്യാത് ഭസ്മന്യേവ ജുഹോതി സഹ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. വായിച്ചോട്ടെ. മാതാജി വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവസംയുതം പിബതാ ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത് ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 3-2 അധ്യായം 29 ഭക്തിയുത സേവനം കപില ഭഗവാന്റെ വിശദീകരണം.
ശ്ലോകം 18. അധ്യാത്മികാനു ശ്രവണ നാമസങ്കീർത്തനാച്ഛമേ ആർജവേ നാര്യസംഘേന നിരഹം ക്രിയയാ തഥാ. വിവർത്തനം: ഒരു ഭക്തൻ എല്ലായ്പ്പോഴും ആധ്യാത്മിക കാര്യങ്ങൾ ശ്രവിക്കുവാൻ ശ്രമിക്കുകയും മുഴുവൻ സമയവും ഭഗവാന്റെ വിശുദ്ധ നാമം ജപിക്കുവാൻ വിനിയോഗിക്കുകയും ചെയ്യണം. അവന്റെ പെരുമാറ്റം എല്ലായ്പ്പോഴും ലളിതവും നേരായതുമായിരിക്കണം. അവൻ വിദ്വേഷരഹിതനും എല്ലാവരോടും സൗഹൃദം പുലർത്തുന്നവനുമാണെങ്കിലും ആധ്യാത്മികമായി പുരോഗതി പ്രാപിച്ചിട്ടില്ലാത്തവരുമായുള്ള സഖിത്വം വർജിക്കണം. ശ്ലോകം 19. മദ്ധർമ്മണോ ഗുണൈരേതൈഃ പരിസംശുദ്ധ ആശയഃ പുരുഷസ്യാഞ്ച സാഭ്യേതി ശ്രുതിമാത്ര ഗുണം ഹിമാം. വിവർത്തനം: ഒരുവൻ ഈ അതീന്ദ്രിയ ഗുണങ്ങളാൽ പൂർണ്ണ യോഗ്യനാവുകയും അപ്രകാരം അവന്റെ അവബോധം പരിപൂർണമായി പരിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അവൻ എന്റെ നാമത്തിന്റെയോ അതീന്ദ്രിയ ഗുണത്തിന്റെയോ ശ്രവണമാത്രയിൽ അവയിൽ ആകൃഷ്ടനാകും. ശ്ലോകം 20. യഥാ വാതരതോ ഘ്രാണ ആവൃംഗതേ ഗന്ധ ആശേദ ആത്മാനം അവികാരിയത്. വിവർത്തനം: വായുവിന്റെ രഥത്തിലേറി സ്വന്തം പ്രഭാവത്തിൽ നിന്ന് വരുന്ന സൗരഭ്യം ഘ്രാണേന്ദ്രിയത്തെ പെട്ടെന്ന് പിടികൂടുന്നത് പോലെ കൃഷ്ണാവബോധത്തിൽ നിരന്തരം ഭക്തിയുത സേവനത്തിൽ മുഴുകുന്ന ഭക്തന് എല്ലായിടത്തും തുല്യനിലയിൽ സന്നിഹിതമായിട്ടുള്ള പരമാത്മാവിനെ പിടികൂടാൻ കഴിയും. ശ്ലോകം 21. അഹം സർവേഷു ഭൂതേഷു ഭൂതാത്മാവസ്ഥിതസ്തമേ സമവജ്ഞായ മാം മർത്യ കുരുതേരച്ച വിഡംബനം. വിവർത്തനം: ഞാൻ പരമാത്മാവെന്ന നിലയിൽ സകല ജീവജാലങ്ങളിലും സന്നിഹിതനാണ്. ഒരുവൻ സർവവ്യാപിയായ ആ പരമാത്മാവിനെ ബഹുമാനിക്കാതിരിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുകയും ക്ഷേത്രത്തിലെ വിഗ്രഹത്തെ ആരാധിക്കുകയും ചെയ്യുന്ന പക്ഷം ആ ആരാധന വെറും അനുകരണമായിരിക്കും. ശ്ലോകം 22. യോ മാം സർവേഷു ഭൂതേഷു സന്തമാത്മാനമീശ്വരം ഹിത്വാർച്ചാം ഭജതേ മൗഢ്യാത് ഭസ്മന്യേവ ജുഹോതി സഹ. വിവർത്തനം: ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ പരമാത്മരൂപത്തിൽ ഓരോ ജീവിയുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് അറിയാതെ ക്ഷേത്രത്തിലെ ഭഗവത് വിഗ്രഹത്തെ ആരാധിക്കുന്ന ഒരുവൻ അജ്ഞതയിലായിരിക്കും. അവനെ ചാരത്തിൽ ബലിയർപ്പിക്കുന്ന ഒരുവനോട് താരതമ്യപ്പെടുത്തുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു യമന മാതാജി. ഹരേ കൃഷ്ണ. ഈ അധ്യായത്തിൽ ഭഗവാൻ ഭക്തിയോഗത്തിനെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറയുകയാണ്. ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ മാതാവ് ദേവഹൂതി കപില ഭഗവാനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഭക്തിയോഗത്തിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരണം. ഇതുവരെ സാഖ്യയോഗത്തിനെ കുറിച്ച് കേട്ടു, ഇനി ഭക്തിയോഗത്തിന്റെ വ്യത്യസ്ത നിലവാരങ്ങളെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരണം എന്ന് ദേവഹൂതി ചോദിച്ച സമയത്ത് ഭഗവാൻ ഭക്തിയോഗം ചെയ്യുന്ന വ്യക്തിയുടെ നിലവാരമനുസരിച്ച് ഭക്തിയും വ്യത്യസ്ത നിലവാരത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭക്തിയുടെ സേവനങ്ങളും വ്യത്യസ്ത നിലവാരത്തിലായി മാറാം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തമോ ഗുണത്തിലും രജോ ഗുണത്തിലും സത്വഗുണത്തിലും ഭക്തി ആചരിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഭക്തിയുത സേവനം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭക്തിയുത സേവനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നവവിധ ഭക്തി സേവനങ്ങളാണ്. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, പദസേവനം, ആത്മനിവേദനം, ഇങ്ങനെയുള്ള ഭക്തി സേവനങ്ങളൊക്കെ ഒരു വ്യക്തി ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയുടെ ഗുണം അനുസരിച്ച് ആ ഭക്തി സേവനവും വ്യത്യസ്ത നിലവാരത്തിലാകാമെന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം എങ്ങനെയാണ് ഭക്തിയിൽ പുരോഗമിക്കേണ്ടത്, അതിനുവേണ്ടി ഒരു ഭക്തൻ ആചരിക്കേണ്ട ജീവിതചര്യകൾ എന്തൊക്കെയാണ് എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു. ഒരു ഭക്തൻ സ്വന്തം നിയതകർമ്മങ്ങൾ, വർണ്ണാശ്രമ വ്യവസ്ഥ അനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ
ഉപേക്ഷിക്കാൻ പാടില്ല, അത് ചെയ്യണം, ആ കർമ്മങ്ങൾ നിറവേറ്റണം എന്ന് ഭഗവാൻ പറയുന്നു. അതിനോടൊപ്പം തന്നെ ഭക്തിക്ക് ആവശ്യമായിട്ടുള്ള ഭക്തിയുത സേവന കർമ്മങ്ങളും നമ്മൾ ചെയ്യണം. എല്ലാ ദിവസവും രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഭഗവാനെ ദർശിക്കണം, ഭഗവാനെ സ്പർശിക്കണം, ഭഗവാനെ പൂജ ചെയ്യണം, ഭഗവാനെ കുറിച്ച് ഭഗവാനെ കീർത്തിക്കണം എന്നെല്ലാം ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു 16ാമത്തെ ശ്ലോകത്തില്. മധ്യഷ്ണ്യ ദർശന സ്പർശ പൂജ സ്തുതി അഭിവന്ദനെ ഭൂതേഷു മദ്ഭാവനയാ സത്വേന അസംഗമേന ച. എല്ലാ ദിവസവും ഭഗവാനെ ദർശിക്കണം, ഭഗവാനെ സ്പർശിക്കണം, ഭഗവാന് പൂജകൾ ചെയ്യണം, ഭഗവാനെ സ്തുതിക്കുകയും ഭഗവാനെ വന്ദിക്കുകയും ചെയ്യണം. ഭൂതേഷു മദ്ഭാവനയ, എല്ലാ ജീവജാലങ്ങളിലും ഭഗവാനെ ദർശിക്കാൻ സാധിക്കണം. സത്വേന അസംഗമേന ച, അസംഗമേന ഭഗവാന്റെ ഭക്തന്മാരല്ലാത്തവരിൽ നിന്നും വിട്ടുനിൽക്കാനും ശ്രമിക്കണം. വിട്ടുനിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ നിന്ന് ശ്രവിക്കാതെ ഇരിക്കണം. ഭഗവാനെ കുറിച്ച് ഭക്തന്മാരിൽ നിന്ന് മാത്രം ശ്രവിക്കണം. മഹതാം ബഹുമാനേന ദീന അനുകമ്പയ മൈത്ര്യ ചൈവാത്മതുല്യേഷു യമേന നിയമേന ച. ആചാര്യന്മാരിൽ വലിയ ബഹുമാനമുണ്ടായിരിക്കണം. ഭക്തിയിൽ പുരോഗമിച്ചിട്ടുള്ള ഭക്തന്മാരിൽ നിന്നും ആത്മീയ ഗുരുക്കന്മാരിൽ നിന്നും ശ്രവിക്കുകയും അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. ദീനാനാം അനുകമ്പയ, ഭക്തിയിൽ താഴ്ന്നു നിൽക്കുന്നവരോട് അനുകമ്പയോടുകൂടി പെരുമാറണം. കാരുണ്യപൂർവമായി പെരുമാറി അവർക്ക് കൂടുതൽ ഭക്തിയിൽ പുരോഗമിക്കാനുള്ള അവസരം, അതിന് അവരെ സഹായിക്കണം എന്ന് പറയുന്നു. ഭക്തിയിൽ പുരോഗമിക്കുന്നതിന് മറ്റുള്ളവരെ സഹായിക്കണം. അതാണ് ദീന അനുകമ്പ എന്ന് പറഞ്ഞിട്ടുള്ളത്. മൈത്ര്യ ജൈവാത്മ തുല്യേഷു, തുല്യഭക്തന്മാരോട് മൈത്രി ഭാവത്തിൽ പെരുമാറണം. അങ്ങനെ അവർക്ക് പരസ്പരം ഭഗവാനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. യമേന നിയമേന ച, യമനിയമങ്ങൾ പാലിക്കുകയും വേണമെന്ന് ഭഗവാൻ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഭക്തിയിൽ പുരോഗമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭഗവാന്റെ നിർദ്ദേശങ്ങളാണ്. ഇന്ന് വായിച്ച 18ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ആധ്യാത്മിക അനുശ്രവണ നാമസങ്കീർത്തനാച്ചമേ ആർജവേന ആര്യസംഖ്യേന നിരഹം ക്രിയയാ തഥാ. ആധ്യാത്മിക അനുശ്രവണ, ഭക്തിയുടെ ആദ്യ സ്റ്റെപ്പ് ശ്രവണമാണ്. ഭഗവാനെ കുറിച്ച് നമ്മൾ ആധികാരികമായിട്ട് തന്നെ കേൾക്കണം. അങ്ങനെ ആധികാരികമായിട്ടുള്ള സ്രോതസ്സിൽ നിന്നും, ആധികാരികമായ സ്രോതസ് എന്ന് പറയുന്നത് ഭഗവത്ഗീതയും ഭാഗവതമാണ്. ഭഗവാനെ കുറിച്ച് ഊഹാപോഹങ്ങളല്ല നമ്മൾ കേൾക്കേണ്ടത്. ഭഗവത്ഗീതയിൽ നിന്നും ഭാഗവതത്തിൽ നിന്നും തന്നെ നമ്മൾ ഭഗവാനെ കുറിച്ച് ഗുരുപരമ്പരയിലൂടെ ശ്രവിക്കണം. ഇതിനാണ് അനുശ്രവണം എന്ന് പറയുന്നത്. ആധ്യാത്മിക അനുശ്രവണം, അത് ആധികാരികമായിട്ടുള്ള ഗുരുപരമ്പരയിലൂടെ ഭഗവാനെ കുറിച്ച് കേൾക്കണം. അർജുനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനുശുശ്രുമേ, ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്, അനുശുശ്രുമ. ആധികാരികമായിട്ടുള്ള പരമ്പരയിലൂടെ തന്നെ നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കണം. ആധ്യാത്മിക അനുശ്രവണ നാമസങ്കീർത്തനാച്ചമേ, ഭഗവാന്റെ നാമജപം, നാമസങ്കീർത്തനം, കഴിയുന്നത് നമ്മൾ നാമസങ്കീർത്തനം ചെയ്തുകൊണ്ടേയിരിക്കണം. എപ്പോഴൊക്കെയാണോ നമ്മൾക്ക് സമയം കിട്ടുന്നത് അതിനനുസരിച്ച് സമയം കിട്ടുന്ന ഒഴിവ് കിട്ടുമ്പോഴൊക്കെ നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കണം. നാമസങ്കീർത്തനാച്ചമേ സതതം കീർത്തയന്തോമാം, ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട്, എപ്പോഴും എൻ്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കണം എന്ന് ഭഗവാൻ നിർദ്ദേശിക്കുന്നുണ്ട്. ആർജവേന ആര്യസംഖ്യേന, ആർജവേന ഭക്തന്റെ മറ്റൊരു ക്വാളിറ്റിയാണ് ഇവിടെ പറയുന്നത്, ആർജവം. ആർജവം എന്ന് പറയുന്നത് കാപട്യമില്ലാത്ത തുറന്ന സ്വഭാവത്തിനെയാണ്, ഒന്നും മറച്ചു പിടിക്കാതെയുള്ള പെരുമാറ്റത്തിനെയാണ് ആർജവം എന്ന് പറയുന്നത്. ഭഗവത്ഗീതയിൽ ഇത് ബ്രാഹ്മണന്റെ ക്വാളിറ്റി ആയിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഭക്തനും ആർജവമുള്ളവനായിരിക്കണമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ആർജവം, സത്യസന്ധത, അല്ലെങ്കിൽ തുറന്ന പെരുമാറ്റം, കാപട്യമില്ലാതെയുള്ള പെരുമാറ്റം. അല്ലെ, ഞാൻ ഇല്ലാത്തത് എന്തെങ്കിലും ഉണ്ട് എന്ന് കാണിക്കാൻ ഒരു ഭക്തൻ തയ്യാറാവുകയില്ല, അല്ലെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കുകയില്ല. അതിനാണ് ആർജവം എന്ന് പറയുന്നത്. ഭഗവാനെ കുറിച്ചും സത്യസന്ധമായിട്ടുള്ള രീതിയിൽ തന്നെ പ്രചരിപ്പിക്കുകയും വേണം. ഊഹാപോഹങ്ങളല്ല നമ്മൾ പ്രചരിപ്പിക്കേണ്ടത്. അത് ആർജവമാണ്. ആർജവേന ആര്യസംഖ്യേന,
ആര്യസംഖ്യേന നമ്മൾ സംഘം വെക്കേണ്ടത് ആര്യന്മാരുമായിട്ടാണ്. ആര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയിൽ ഉയർന്ന വ്യക്തികളെയാണ്, ആധ്യാത്മികമായിട്ട് ഉയർന്ന വ്യക്തികളെയാണ് ആര്യന്മാരെന്ന് പറയുന്നത്. അങ്ങനെ ഭക്തിയിൽ ഉയർന്നവരുമായിട്ട് നമ്മൾ സംഘം വെക്കുന്ന സമയത്ത്, അവരുമായിട്ട് ഇടപഴകുന്ന സമയത്ത് നമ്മൾക്കും ആ ഭക്തി സ്വാഭാവികമായിട്ടും ലഭിക്കും. ഭഗവാന്റെ സേവനം എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് നമ്മൾക്കും അറിയാൻ സാധിക്കും. ആര്യസംഖ്യേന നിരഹം ക്രിയയാ തഥ. ഒരു ഭക്തൻ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് അഹങ്കാരമില്ലാതെയാണെന്ന് പറയും. തനിക്ക് എന്തെങ്കിലും ഭഗവാന്റെ സേവനം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഭഗവാന്റെയും ആത്മീയ ഗുരുവിന്റെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് തനിക്കും ഭക്തിയുത സേവനങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ തന്നെ, എന്നുള്ള യഥാർത്ഥ ബോധത്തിൽ തന്നെ ഭക്തൻ പ്രവർത്തിക്കണം. അല്ലാതെ തനിക്ക് വലിയ സേവനങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ള ഒരു അഹങ്കാരം ഭക്തനുണ്ടാകാൻ പാടില്ല എന്നാണ് പറയുന്നത്. 19ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, മദ്ധർമ്മണോ ഗുണൈരേതേ പരിസംശുദ്ധ ആശയ പുരുഷസ്യാഞ്ജസാ ഭേദി ശ്രുതിമാത്ര ഗുണം ഹിമ. അങ്ങനെ ഭക്തിയുത സേവനം തുടർന്നു വന്നു കഴിഞ്ഞാൽ ഭഗവാൻ ഇവിടെ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ഭക്തിയുത സേവനത്തിൽ തുടരുന്ന സമയത്ത് നമ്മുടെ ബോധം പരിശുദ്ധമായി തീരുമെന്ന് പറയുന്നു. ഇതേ കാര്യങ്ങൾ ഇവിടെ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾക്ക് മറ്റാചാര്യന്മാരുടെ ഗ്രന്ഥങ്ങളിലും കാണാൻ സാധിക്കും. ഉപദേശാമൃതത്തിൽ രൂപഗോസ്വാമി ഇതേ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അല്ലെ. ഉത്സാഹ നിശ്ചയ ധൈര്യ തത്തത് കർമ്മ പ്രവർത്തന സംഗത്യാഗോ സദോവൃത്തി ഷഡ്ബിർ ഭക്തി പ്രസിദ്ധ്യതി എന്നവിടെ പറയുന്നുണ്ട്. ഭക്തിയിൽ പുരോഗമിക്കുന്നതിനുള്ള 6 മാർഗങ്ങൾ രൂപഗോസ്വാമി പറയുന്നതും ഇതേ കാര്യങ്ങൾ തന്നെയാണ്. ഉത്സാഹ നിശ്ചയ ധൈര്യ, ഉത്സാഹത്തോടുകൂടി നമ്മൾ ദിവസവും ഭഗവാന്റെ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. നിശ്ചയം, ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കണം. ഭഗവാൻ എൻ്റെ സംരക്ഷണത്തിനായുണ്ട്, ഭഗവാന്റെ സേവനം ചെയ്യുന്ന എന്നെ ഒരിക്കലും ഭഗവാൻ കൈവിടുകയില്ല, ഭഗവാൻ എന്നെ രക്ഷിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി, അതാ വിശ്വാസമാണ് നിശ്ചയം എന്ന് പറയുന്നത്. ഉത്സാഹ നിശ്ചയ ധൈര്യ, ക്ഷമയോടുകൂടി നമ്മൾ റിസൾട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് തന്നെ ഇന്ന് നാമം ജപിച്ച് എനിക്ക് നാളെ അതിന്റെ റിസൾട്ട് കിട്ടണം എന്നൊന്നും ചിന്തിക്കാതെ ക്ഷമയോടുകൂടി, അതാണ് ധൈര്യം എന്ന് പറയുന്നത്. ഉത്സാഹ നിശ്ചയ ധൈര്യ തത്തത് കർമ്മ പ്രവർത്തന, ഭഗവാന്റെ ഭക്തിയിൽ പുരോഗമിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കർമ്മങ്ങൾ മാത്രം ചെയ്യുക, ബാക്കിയുള്ള കർമ്മങ്ങൾ ഉപേക്ഷിക്കുക. ഭഗവാന്റെ ഭക്തിയിൽ പുരോഗമിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യുക. തത്തത് കർമ്മ പ്രവർത്തന. സംഗത്യാഗോ സതോവൃത്തെ, സംഗത്യാഗം അഭക്തന്മാരുടെ കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കുക, നമ്മളെ താഴോട്ട് കൊണ്ടുപോകുന്ന തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കുക. അതാണ് സംഗത്യാഗം എന്ന് പറയുന്നത്. സംഗത്യാഗോ സതോവൃത്തെ, ഉയർന്ന ഭക്തന്മാരുടെ പ്രവൃത്തികളെ പിന്തുടരുക. അങ്ങനെ ഭക്തിയിൽ പുരോഗമിക്കാൻ സാധിക്കുമെന്ന് രൂപഗോസ്വാമി പറയുന്നുണ്ട്. അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഭഗവാനും പറഞ്ഞു തരുന്നത്. ഇനി ആ ഭക്തിയുത സേവനം കൊണ്ട് ഒരു വ്യക്തിയുടെ ബോധം പരിശുദ്ധമായി കഴിഞ്ഞാൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് എന്നിവിടെ പറയുന്നു. പുരുഷസ്യാഞ്ജസാ ഭേദി ശ്രുതി മാത്ര ഗുണം ഹിമ. അങ്ങനെയുള്ള പരിശുദ്ധ ബോധത്തോടു കൂടിയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഭഗവാനെ കുറിച്ച് കേൾക്കുന്ന സമയത്ത് തന്നെ, ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഭഗവാന്റെ ഏതെങ്കിലും സേവനത്തിനെ കുറിച്ച് അറിയുമ്പോൾ തന്നെ അതിനോട് വലിയ ആകർഷണം ഉണ്ടാകുമെന്ന് പറയും. എനിക്കത് ചെയ്യണം, എനിക്ക് ആ ഭഗവാന്റെ സേവനം ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഭഗവാനെ കുറിച്ച് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരു ആകർഷണം ഉണ്ടാകും, ഭഗവാനോട് ആകർഷണം ഉണ്ടാകും. അപ്പൊ നമ്മുടെ ബോധം പരിശുദ്ധമായാൽ മാത്രമേ നമ്മൾക്ക് ഭഗവാനോട് ആകർഷണം ഉണ്ടാവുകയുള്ളൂ, ഭഗവാന്റെ സേവനങ്ങളിൽ താല്പര്യമുണ്ടാവുക, ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുന്നതിൽ ഉത്സാഹം ഉണ്ടാവുകയുള്ളൂ. അപ്പം അത് നമ്മുടെ ബോധം ശുദ്ധീകരിക്കുന്നതിന്റെ ഒരു ലക്ഷണമാണ്. ഒരു ശുദ്ധബോധത്തോടു കൂടി ഇരിക്കുന്ന വ്യക്തിക്ക് ഭഗവാനിൽ വലിയ ആകർഷണം ഉണ്ടാകും, ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതിൽ വലിയ താല്പര്യം ഉണ്ടാകും, ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുന്നതിൽ വലിയ ഉത്സാഹം ഉണ്ടാകും. എന്നാൽ ബോധം ത്രിഗുണങ്ങൾ കൊണ്ട് മലിനമായിരിക്കുന്ന സമയത്ത് ഭഗവാന്റെ നാമത്തിന്റെ പ്രത്യേകതയോ
അല്ലെങ്കിൽ ഭഗവാന്റെ ലീലകളുടെ പ്രത്യേകതയൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. അതും സാധാരണ ഭൗതികമായിട്ടുള്ള നാമമായിട്ടും ഭൗതികമായിട്ടുള്ള കഥകളായിട്ടും അവർക്ക് തോന്നും. അത് ബോധത്തിന്റെ മാലിന്യം കൊണ്ടാണ്. ത്രിഗുണങ്ങൾ കൊണ്ട് ബോധം മലിനീകരിക്കപ്പെട്ടത് കൊണ്ടാണ് അവർക്ക് ഭഗവാന്റെ നാമങ്ങളിലും ഭഗവാന്റെ ലീലകളിലും ആകർഷണം ഉണ്ടാകാത്തത്. എന്നാൽ ബോധം പരിശുദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഭഗവാനോട് ആകർഷണം വർദ്ധിച്ചു വരുമെന്നാണ് ഇവിടെ പറയുന്നത്. ശ്രുതിമാത്ര ഗുണം ഹിമ. ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതോടുകൂടി തന്നെ അവർക്ക് വലിയ സന്തോഷമുണ്ടാകും. ആ ഭഗവാനോടുള്ള ആകർഷണം അവർ പ്രകടിപ്പിക്കുമെന്നാണ് പറയുന്നത്. അതിന് ഉദാഹരണമാണ് 20ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. യഥാ വാദരഥോ ഘ്രാണം ആവൃങ്ക്തേ ഗന്ധ ആശയാത് ഏവം യോഗരഥം ചേത ആത്മാനം അവികാരിയത്ത്. വായുവിലൂടെ ഗന്ധം സഞ്ചരിക്കുന്ന സമയത്ത്, എന്തെങ്കിലും ഒരു സുഗന്ധം സഞ്ചരിക്കുന്ന സമയത്ത് ഒരു വ്യക്തിയെ ഘ്രാണേന്ദ്രിയം കൊണ്ട്, മൂക്കുകൊണ്ട് അത് പെട്ടെന്ന് ഗന്ധം പിടിച്ചെടുക്കും. അതിനെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും, വായുവിൽ ഗന്ധത്തിനെ കാണാൻ സാധിക്കുന്നില്ല, പക്ഷെ ഘ്രാണേന്ദ്രിയം കൊണ്ട് ആ ഗന്ധത്തിനെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. അതേപോലെ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ സാന്നിധ്യം ശുദ്ധമായിട്ടുള്ള ബോധം കൊണ്ട്, പരിശുദ്ധമായിട്ടുള്ള ബോധം കൊണ്ട് ഒരു ഭക്തൻ പെട്ടെന്ന് തിരിച്ചറിയുമെന്നാണ് പറയുന്നത്. ഇപ്പൊ ഗന്ധത്തിനെ ഘ്രാണേന്ദ്രിയം മനസ്സിലാക്കുന്നത് പോലെ ഭഗവാനെ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ്? ശുദ്ധമായിട്ടുള്ള ബോധം കൊണ്ടാണ്. ശുദ്ധീകരിക്കപ്പെട്ട പരിശുദ്ധമായിട്ടുള്ള ബോധം കൊണ്ടാണ് ഭഗവാനെ മനസ്സിലാക്കുന്നത്. അല്ലാതെ കണ്ണുകൾ കൊണ്ടല്ല ഭഗവാനെ മനസ്സിലാക്കുന്നത്. അല്ലെ, ഭഗവാനെ ഞാൻ കണ്ടാലേ അംഗീകരിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ശുദ്ധമായിട്ടുള്ള ബോധം കൊണ്ടാണ് അതീന്ദ്രിയനായിട്ടുള്ള ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം. അതീന്ദ്രിയമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ശുദ്ധമായിട്ടുള്ള ബുദ്ധി കൊണ്ടാണ്, ശുദ്ധീകരിക്കപ്പെട്ട ബുദ്ധി കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നു, ശുദ്ധമായിട്ടുള്ള ബോധം കൊണ്ടാണ് നമ്മൾക്ക് ഭഗവാന്റെ സാന്നിധ്യം എല്ലായിടത്തും തിരിച്ചറിയാൻ സാധിക്കുന്നത് എന്ന് പറയുന്നു. 21ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അഹം സർവേഷു ഭൂതേഷു ഭൂതാത്മാ അവസ്ഥിത സദാ സമവജ്ഞായ മാമർത്യ കുരുതേ അർച്ച വിഡംബനം. അപ്പൊ അങ്ങനെ ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്, ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിലും ഇരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് ഭക്തിയിലുള്ള പുരോഗമനം. അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ആ വ്യക്തി ഭക്തിയിൽ പുരോഗമിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. ഒരുവൻ സർവവ്യാപിയായ ആ പരമാത്മാവിനെ ബഹുമാനിക്കാതിരിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുകയും ക്ഷേത്രത്തിലെ വിഗ്രഹത്തെ ആരാധിക്കുകയും ചെയ്യുന്ന പക്ഷം ആ ആരാധന വെറും അനുകരണമായിരിക്കും. അർച്ചാ വിഡംബനം എന്നിവിടെ പറയുന്നത്. അപ്പം ആദ്യത്തെ പുതുഭക്തന്മാർ, കനിഷ്ഠഭക്തന്മാർ വിഗ്രഹത്തിൽ മാത്രമാണ് ഭഗവാൻ എന്നാണ് വിചാരിക്കുന്നത്. അവർ വിഗ്രഹത്തിന് മാത്രം ബഹുമാനം നൽകും. ഭഗവാന്റെ വിഗ്രഹം ഭഗവാൻ തന്നെയാണ്, പക്ഷേ ഭഗവാൻ എല്ലാവരുടെ ഹൃദയത്തിലും ഇരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി പുരോഗമിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് വിഗ്രഹത്തോട് ബഹുമാനം ഉള്ളതുപോലെ മറ്റു ഭക്തന്മാരോടും മറ്റുള്ളവരോടും ബഹുമാനം ഉണ്ടാകും. കാരണം എല്ലാവരുടെയും ഹൃദയത്തിലും ഭഗവാൻ ഇരിക്കുന്നുണ്ട്. വിഗ്രഹത്തോട് മാത്രം ബഹുമാനം പ്രകടിപ്പിക്കുകയും മറ്റുള്ളവരോട് മോശമായിട്ട് പെരുമാറുകയും ചെയ്യുന്നത് പുരോഗമനമില്ലാത്ത ഭക്തിയുടെ ലക്ഷണമാണ്. ആ വ്യക്തി ഭക്തിയിൽ അത്ര പുരോഗമിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭക്തിയിൽ പുരോഗമിക്കുമ്പോൾ എല്ലായിടത്തും ഭഗവാനെ ദർശിക്കാൻ സാധിക്കുകയും എല്ലാവരോടും ബഹുമാനം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അല്ലാത്ത ആരാധന താഴ്ന്ന നിലവാരത്തിലുള്ള ആരാധനയായിട്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. കുരുതേ അർച്ച വിഡംബനം. 22ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, യോമാം സർവേഷു ഭൂതേഷു സന്തം ആത്മാനമീശ്വരം ഹിത്വാർച്ചം ഭജതേ മൗഖ്യാത് ഭസ്മന്യേവ ജുഹോതിസ. ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ പരമാത്മരൂപത്തിൽ ഓരോ ജീവിയുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നുവെന്ന് അറിയാതെ ക്ഷേത്രത്തിലെ ഭഗവത് വിഗ്രഹത്തെ ആരാധിക്കുന്ന ഒരുവൻ അജ്ഞതയിലായിരിക്കും. അവനെ ചാരത്തിൽ ബലിയർപ്പിക്കുന്ന ഒരുവനോട് താരതമ്യപ്പെടുത്തുന്നു. അപ്പം ഭഗവാൻ വിഗ്രഹത്തിലും ഇരിക്കുന്നുണ്ട്, അതേപോലെ എല്ലാവരുടെയും ഹൃദയത്തിലും ഇരിക്കുന്നുണ്ട്
എന്ന് മനസ്സിലാക്കണം. എന്ന് മനസ്സിലാക്കി ഭക്തിയിൽ പുരോഗമിക്കുകയും എല്ലാവർക്കും ബഹുമാനം നൽകുകയും ചെയ്യണമെന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അല്ലാതെയുള്ള അർച്ചന, വിഗ്രഹത്തിൽ മാത്രം ഒതുങ്ങിയിട്ടുള്ള അർച്ചന, അത് ചാരത്തിൽ നെയ്യ് അർപ്പിക്കുന്നത് പോലെയാണ് എന്നാണ് പറയുന്നത്. നമ്മൾ നെയ്യ് അർപ്പിക്കേണ്ടത്, യജ്ഞത്തിൽ ഹവിസ് അർപ്പിക്കേണ്ടത് അഗ്നിയിലാണ്. അഗ്നിയിൽ അർപ്പിച്ചാലേ അതിന് ഫലമുണ്ടാവുക. ചാരത്തിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കുന്നില്ല. അതേപോലെ നമ്മൾ ആരാധനയിൽ പുരോഗമിക്കണം എന്നാണ് പറയുന്നത്. ഭഗവാന്റെ വിഗ്രഹത്തിൽ തീർച്ചയായിട്ടും വിഗ്രഹം ഭഗവാൻ തന്നെയാണ്. വിഗ്രഹത്തിന് എല്ലാവിധ ബഹുമാനങ്ങളും നമ്മൾ നൽകണം. അങ്ങനെയാണ് വിഗ്രഹാരാധനയിലൂടെയാണ് നമ്മൾ ഭക്തിയിൽ പുരോഗമിക്കുന്നത്. ചില പ്രഭാതർ പറയുന്നുണ്ട്, ഒരുവൻ ഭക്തിയുടെ ആദ്യ നിലവാരത്തിൽ വിചാരിക്കുന്നത് ക്ഷേത്രത്തിലെ വിഗ്രഹം ഭഗവാന്റെ ഒരു പ്രതിനിധിയാണ് എന്നാണ്. പക്ഷെ ഭക്തിയിൽ ഉയർന്നു കഴിയുമ്പോൾ മനസ്സിലാകും ആ വിഗ്രഹം ഭഗവാൻ തന്നെയാണ്. അത് ഭഗവാന്റെ പ്രതിനിധിയായിട്ടുള്ള ഒരു കല്ലല്ല, അത് ഭഗവാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കും. അതോടൊപ്പം തന്നെ ഭഗവാൻ എല്ലാവരിലും ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും മനസ്സിലാക്കും. അങ്ങനെയാണ് നമ്മൾ ഭക്തിയിൽ പുരോഗമിക്കേണ്ടത്. ഭക്തിയിൽ പുരോഗമിക്കുമ്പോൾ നമ്മൾ വിഗ്രഹാരാധന ഒഴിവാക്കണമെന്ന് ഒരിക്കലും പറയുന്നില്ല. ആ വിഗ്രഹം ഭഗവാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് ഭക്തിയിലുള്ള പുരോഗമനം. ചില ആളുകൾ പറയാറുണ്ട്, ഭക്തിയിൽ പുരോഗമിച്ചു കഴിഞ്ഞാൽ പിന്നെ വിഗ്രഹാരാധനയുടെ ആവശ്യമില്ല എന്ന് പറയാറുണ്ട്. അങ്ങനെയല്ല. ആദ്യം നമ്മൾ വിചാരിക്കുന്നത് വിഗ്രഹം ഭഗവാന്റെ പ്രതിനിധിയാണ് എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഭക്തിയിൽ പുരോഗമിക്കുന്ന സമയത്ത്, നമ്മൾക്ക് ഭാവം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ഭഗവാൻ തന്നെയാണ്. അങ്ങനെ നമ്മൾക്ക് ആ ഭാവം ഉണ്ടാകുന്ന സമയത്ത് ഭഗവാനോട് പ്രതികരിക്കാൻ നമ്മൾക്ക് സാധിക്കും. ഭഗവാൻ നമ്മളോട് സംവദിക്കുന്നത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാൻ എന്തൊക്കെയാണ് നമ്മളോട് സംസാരിക്കുന്നത്, ഭഗവാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ആ വിഗ്രഹ രൂപത്തിൽ ഭഗവാൻ തന്നെ നമ്മളോട് പ്രതികരിക്കും. അത് ഉയർന്ന തലത്തിലുള്ള ഭക്തന്മാർക്ക് ആ ഭാവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അത് ഉയർന്ന തരത്തിലുള്ള ഭക്തിയാണ്. അപ്പൊ നമ്മൾ സാധാരണ കേൾക്കുന്നത് പോലെ ഉയർന്ന ഭക്തിയിൽ നമ്മൾ വിഗ്രഹാരാധനയെ ഉപേക്ഷിക്കുകയല്ല വേണ്ടത്. ആ വിഗ്രഹം ഭഗവാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതോടൊപ്പം എല്ലാവരിലും ഭഗവാൻ ഇരിക്കുന്നുണ്ട് പരമാത്മ രൂപത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കി എല്ലാവരെയും ബഹുമാനിക്കുകയും വേണം. അല്ല, ചില മതത്തിലുള്ള ആളുകൾ പറയുന്നത് മനുഷ്യന് മാത്രമേ ആത്മാവുള്ളൂ, മറ്റു ജീവികൾക്കൊന്നും ആത്മാവില്ല, അതുകൊണ്ട് ആ ജീവികളൊക്കെ കൊല്ലുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവർ മറ്റു ജീവജാലങ്ങളെയൊക്കെ കൊന്നു തിന്നു. അതൊരിക്കലും ഇവിടെ ഭഗവാൻ അംഗീകരിക്കുന്നില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാൻ പറയുന്നു, വിഗ്രഹത്തിൽ മാത്രമല്ല ഭഗവാനുള്ളത്, എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിലും ഭഗവാനുണ്ട്. മനുഷ്യരുടെ ശരീരത്തിൽ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട്. ഒരു ജീവജാലങ്ങളെയും അവഗണിക്കാനോ ഉപദ്രവിക്കാനോ നമ്മൾക്ക് സാധിക്കുകയില്ല. ആ നിലവാരത്തിൽ ഭക്തന്റെ ബോധം ഉയരണമെന്നാണ് ഇവിടെ ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. ബാക്കിയും അടുത്ത ശ്ലോകങ്ങളിലും ഭഗവാൻ വ്യത്യസ്തമായിട്ടുള്ള ഭക്തന്മാർക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം, നാമം ജപിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, ജപിച്ചോട്ടെ. ബിജു പ്രഭുജി ജപിച്ചോളൂ. ഹരേ കൃഷ്ണ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത